Hi, hello. Welcome back to Learn Commerce. Calicut University, 4th semester BCom, Cost Accounting in the 6th chapter ആണ് cost unit costing. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഒരു ചെറിയൊരു ചാപ്റ്ററാണ്. തിയറി പോർഷൻസ് വളരെയധികം കുറവായിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് യൂണിറ്റ് കോസ്റ്റിംഗ്. എന്താണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും ഒരു കോസ്റ്റ് ഷീറ്റ് എന്താണെന്നും കോസ്റ്റ് ഷീറ്റിൽ വരുന്ന ഐറ്റംസും കോസ്റ്റ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഐറ്റംസും അതേപോലെ ഒരു ടെൻഡർ കോസ്റ്റിംഗ് എന്താണെന്നുള്ളതും മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചാപ്റ്ററിലേക്ക് കിടക്കാം. ബാക്കി 5 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ചാനലിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഓൺലി ഇൻക്ലൂഡിങ് ഷുവർ ആയിട്ട് വരുന്ന തിയറി ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. സോ വെൽക്കം ടു ലേൺ കൊമേഴ്സ് Cost Accounting 6th chapter Unit Costing. First of all, we have to understand what is unit costing. Unit costing means a method of costing. നമുക്കറിയാം ലാർജ് എൻ്റർപ്രൈസസുകളിൽ പെർ ഡേ എ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ലാക്സ് ആൻഡ് ലാക്സ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടായിരിക്കും. സോ അങ്ങനെ ലാക്സ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ എ കമ്പനി വോണ്ട് ടു നോ ഒരൊറ്റ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രത്തോളം എക്സ്പെൻസ് വേണമെന്ന് കമ്പനിക്ക് അറിയണം. അതായത് പെർ ഡേ 10,000 യൂണിറ്റ്സ് ഒരു കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് 10 lakh ആണ്. ഓക്കെ, 10,000 യൂണിറ്റ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 10 lakhs നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടെന്ന് കമ്പനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 1,000 rupees ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര രൂപ വന്നു? സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ? 1000 ഡിവൈഡഡ് ബൈ 100 എത്രയാണ് ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത്, അത് ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രത്തോളം എക്സ്പെൻസ് വന്നു നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ യൂണിറ്റിൽ ഒരേപോലത്തെ പ്രോഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാർജ് എൻ്റർപ്രൈസുകളിൽ പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്ത്? യൂണിറ്റ് കോസ്റ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺസ് അഗെയിൻ, യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ഇൻഡസ്ട്രീസിൽ ഒരേപോലത്തെ സെയിം ഐഡൻറ്റിറ്റിക്കൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമൺ പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ട് ഐഡൻറ്റിറ്റിക്കലി ഒരേപോലത്തെ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ ടോട്ടൽ എക്സ്പെൻസ് വന്നതും എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും എന്ന 2 ഫാക്ടേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്രത്തോളം എക്സ്പെൻസ് വന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിനെയാണെന്ന് പറയുന്നത് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. യൂണിറ്റ് കോസ്റ്റിൽ നമ്മൾ മെയിനായിട്ട് കണ്ടുപിടിക്കുന്നത് പെർ യൂണിറ്റ് കോസ്റ്റാണ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്രത്തോളം എക്സ്പെൻസ് വന്നിട്ടുണ്ട് പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ടോട്ടൽ കോസ്റ്റ് മൊത്തം എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് കോസ്റ്റ് ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഫീച്ചേഴ്സ് ഓഫ് യൂണിറ്റ് കോസ്റ്റിങ്ങിൽ എന്തൊക്കെയാണ് യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഫീച്ചേഴ്സ് ചോദിക്കുന്നത്? ഫസ്റ്റ് വൺ, ഔട്ട്പുട്ട് ഈസ് ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? യൂണിറ്റ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഒരേപോലത്തെ പ്രോഡക്ട്സ്. കോസ്റ്റ് ആർ അസർട്ടൈൻഡ് പെർ യൂണിറ്റ്, കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്നായിരിക്കും കണ്ടുപിടിക്കുക. സ്യൂട്ടബിൾ ഫോർ മാസ് പ്രൊഡക്ഷൻ, ഒരുപാട് വലിയ രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? യൂണിറ്റ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വാരിയബിൾ കോസ്റ്റ്, മൊത്തം കോസ്റ്റുകളെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യും, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വാരിയബിൾ കോസ്റ്റ്. സിമ്പിൾ ടു ഓപ്പറേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, നമുക്ക് വലിയ ഒരു തല പുകയ്ക്കേണ്ട രീതിയിലുള്ള വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് മൊത്തം നമുക്ക് എത്രത്തോളം കോസ്റ്റ് വന്നിട്ടുണ്ട് അത് ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് മൊത്തം ചിലവിന് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? പെർ യൂണിറ്റ്
കോസ്റ്റ് കിട്ടും. അത് കണ്ടുപിടിക്കൽ തന്നെയാണ് ഈ ഒരു കോസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് വരിക. ഇങ്ങനെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ, പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ യൂണിറ്റ് കോസ്റ്റിങ്ങിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? കോസ്റ്റ് ഷീറ്റാണ്. മീനിങ് ഓഫ് കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കറിയാം കോസ്റ്റിൻ്റെ 3 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും നമുക്കതിന് മെറ്റീരിയൽസ് വേണം, ലേബർ വേണം, അതുമായി ബന്ധപ്പെടുന്ന എക്സ്പെൻസുകൾ, ആ എക്സ്പെൻസുകളെ നമ്മൾ ഓവർ ഹെഡ് എന്ന് പറഞ്ഞു, ഈ ഓവർ ഹെഡ് വേണം, ഇങ്ങനെ എല്ലാ സാധനങ്ങളും വേണം. അപ്പോൾ ഇതിനൊക്കെ ടോട്ടലി എത്രത്തോളം ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ടോട്ടലി എത്രത്തോളം എക്സ്പെൻസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? കോസ്റ്റ് ഷീറ്റ്. ഒന്നുകൂടി പറയാം. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ മൊത്തത്തിൽ എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസുകളെയും റെക്കോർഡ് ചെയ്യുക. അവസാനം എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ മൊത്തം ചെലവുകളെയും യൂണിറ്റ്സിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്രത്തോളം കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഷീറ്റിനെ പറയുന്ന പേരാണ് എന്ത്? കോസ്റ്റ് ഷീറ്റ്. ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്, അത് പ്രോബ്ലം ആയിട്ട് വരും. മേ ബി ഇനിയിപ്പം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രോ എ ഫോർമാറ്റ് ഓഫ് കോസ്റ്റ് ഷീറ്റ് എന്ന് വെച്ചാൽ അങ്ക് തിയറി ആയിട്ടും എഴുതാം. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഇതാണ്. നോക്കൂ, കോസ്റ്റ് ഷീറ്റ്. നമ്മൾ കോസ്റ്റ് ഷീറ്റിനൊരു ഘടനയുണ്ട്. എങ്ങനെ? പ്രൈം കോസ്റ്റ് ആണ് 1, വർക്ക് ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ് 2, ഓഫീസ് കോസ്റ്റ് 3, ലാസ്റ്റ് ടോട്ടൽ കോസ്റ്റ് 4. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന വരുന്നത്. അപ്പോൾ ആദ്യത്തേത് എന്താണ്? പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, അതിൻ്റെ കൂടെ ഡയറക്റ്റ് ലേബർ ആഡ് ചെയ്യുക, ഡയറക്റ്റ് എക്സ്പെൻസ്. ഈ 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർ ഹെഡിൽ എന്തൊക്കെയാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് വേജ് വരാം, ഫാക്ടറിയിൽ റെൻറ്റോ റേറ്റോ ഉണ്ടെങ്കിൽ അത് വരാം, ഈ പവർ ആൻഡ് ഫ്യൂവൽ, ഫാക്ടറിയിൽ യൂസ് ചെയ്തിട്ടുള്ള പവർ ആൻഡ് ഫ്യൂവൽ ഉണ്ടെങ്കിൽ അത് വരാം, ഫാക്ടറി സ്റ്റേഷനറി വരാം, ഫാക്ടറിയിൽ ക്ലീനിങ് ഉണ്ടെങ്കിൽ അത് വരാം, വാട്ടർ ചാർജ് ഫോർ ഫാക്ടറിയിൽ വരാം, ഫാക്ടറിക്ക് ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരാം, ഫാക്ടറിയിൽ ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരാം, ഫാക്ടറിയിൽ ESI കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരാം, ഫാക്ടറിയിൽ ഗോഡൗൺ റെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരാം. അപ്പോൾ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഈ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്ന അണ്ടറിൽ എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ പ്രൈം കോസ്റ്റും ഫാക്ടറി എക്സ്പെൻസും കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യാം. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിൽ എന്തൊക്കെ വരാം? ലീഗൽ എക്സ്പെൻസ് വരാം, ഓഫീസ് എക്സ്പെൻസ് വരാം, ഓഫീസിൻ്റെ റെൻറ്റ് വരാം, ബാങ്ക് ചാർജ് വരാം, സൺട്രി എക്സ്പെൻസ്, ഓഡിറ്റ് ഫീസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാം. ഈ എക്സ്പെൻസുകളൊക്കെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിൻ്റെ കൂടെ ആ ഒരു 2ാം സെക്ഷനിൽ എഴുതുക. അതിനെ ഫാക്ടറി കോസ്റ്റുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓഫീസ് കോസ്റ്റ് കിട്ടും. ഈ ഓഫീസ് കോസ്റ്റിൻ്റെ കൂടെ വേണം നമ്മൾ എന്ത് ആഡ് ചെയ്യാൻ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യാൻ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ നമുക്ക് എന്തൊക്കെ വരാം? ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസുകളാണ്. ക്യാരേജ് ഔട്ട്വേർഡ് വരാം, കമ്മീഷൻ വരാം, ഡെലിവറി വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് വരാം, ബാഡ് ഡെപ്റ്റ് വരാം, അഡ്വർടൈസ്മെൻറ്റ് വരാം, ഫ്രീ സാമ്പിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരാം, വെയർഹൗസിൻ്റെ റെൻറ്റ് വരാം, സെയിൽസ് ടാക്സ് വരാം. അപ്പോൾ സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിൽ വരാം. അങ്ങനെ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഈ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ എത്ര യൂണിറ്റ്, ഇപ്പോൾ ഇവിടെ നോക്കൂ, ടോട്ടൽ കോസ്റ്റ്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു പ്രോഡക്ട്സുകൾ ഉണ്ടാക്കാൻ മൊത്തത്തിൽ എത്ര ചിലവ് വന്നിട്ടുണ്ടെന്ന് കിട്ടും. ഈ കിട്ടിയ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ എന്ത് വേണം? ടോട്ടൽ കോസ്റ്റിന് തൽക്കാലം ടോട്ടൽ കോസ്റ്റിന് TC എന്ന് പറയാം. TC. ഈ കിട്ടിയ ടോട്ടൽ കോസ്റ്റിനെ നമ്പർ ഓഫ് യൂണിറ്റ്, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്
അതിൽ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെർ യൂണിറ്റ് കോസ്റ്റ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ചിലവ് വന്നിട്ടുണ്ട് അത് കണ്ടുപിടിക്കലാണ് കോസ്റ്റ് ഷീറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള പർപ്പസ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടിയും പറയാം. കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും മൂന്നും കൂടി ആഡ് ചെയ്യുക, പ്രൈം കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഈ കിട്ടിയ ടോട്ടൽ കോസ്റ്റിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർ യൂണിറ്റ് കോസ്റ്റ് കിട്ടും. ഓക്കെ, ഇനി ചില ഐറ്റംസ് എക്സ്പെൻസുകൾ തന്നിട്ടുണ്ടാവും, ചില ഐറ്റംസ് ആണ് അതെന്ത് ചെയ്യണ്ട, നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ എടുക്കണ്ട. ഇൻകം ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെടാത്തതായതുകൊണ്ടാണ് അതെടുക്കാത്തത്. അങ്ങനെ ചില ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണ്ട, കോസ്റ്റ് ഷീറ്റിൽ എടുക്കണ്ട. ഇൻകം ടാക്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കണ്ട. ഡൊണേഷൻ ആൻഡ് ചാരിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എടുക്കണ്ട. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡിവിഡൻഡ് പെയ്ഡ്, അബ്നോർമൽ ലോസ്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ എന്താണ്? പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസ്, അല്ലെങ്കിൽ നോക്കൂ, പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസ് അതാണ് ഈ ലോസ് ഓഫ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഓക്കെ, പിന്നെ ഫിക്റ്റീഷ്യസ് അസറ്റ് റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്യുവർ ഫിനാൻഷ്യൽ ഇൻകംസും ഈ സാധനങ്ങളൊന്നും നിങ്ങൾ അത്ര കോംപ്ലിക്കേറ്റഡ് ഉണ്ടാവേണ്ട. ഈ ഐറ്റംസ് ചിലപ്പോൾ എക്സാമിന് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റൈറ്റ് എനി 2 or 3 items that is not included, that should not be taken in the cost sheet. കോസ്റ്റ് ഷീറ്റിൽ എടുക്കാൻ പാടാത്ത 2-3 ഐറ്റംസ് തരും എന്ന് പറഞ്ഞാൽ ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം. ഷോർട്ട് എസ്സേ അല്ല, ആ 2 മാർക്കിന് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അത് നോക്കൂ, ഈ പറഞ്ഞ ഐറ്റംസ് എക്സാമിന് ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഐറ്റംസ് ഒന്നും കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ടെൻഡർ ഓർ കൊട്ടേഷൻ. ജസ്റ്റ് ഒരു തിയറി പോർഷൻ മാത്രമേ ഉള്ളൂ. ടെൻഡർ ഓർ കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻഡർ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് ടെൻഡർ വിളിക്കുമ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ബിസിനസ് എൻ്റർപ്രൈസസ് ഒരു നമ്പർ ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ടെൻഡർ വിളിക്കും. നമ്മൾ ന്യൂസ് പേപ്പറുകളിലൊക്കെ ടെൻഡർ കൊട്ടേഷൻ എന്നൊക്കെ കാണാമല്ലോ. അങ്ങനെ ആ ടെൻഡറോ കൊട്ടേഷൻ വിളിക്കുമ്പോൾ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ള പറയുന്ന കാര്യമാണ്. പിന്നെ അതിന് കുറച്ച് പ്രോബ്ലമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻ ദിസ് വീഡിയോ നമ്മൾ തിയറി മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടെൻഡർ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ, ടെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു നമ്പർ ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് എൻ്റർപ്രൈസസ് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കും. അതിന് ഓഫർ, ആ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് ടെൻഡർ വിളിക്കുന്നവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ബിസിനസ് എൻ്റർപ്രൈസും ഒരു വേറൊരു തേർഡ് പാർട്ടി ഓർഗനൈസേഷൻ ആവാം, ഇൻഡിവിജ്വൽ ആവാം, അവർ ഈ നമ്പർ ഓഫ് പ്രോഡക്റ്റ്സ് സപ്ലൈ ചെയ്തോളാം എന്നുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് എന്ത്, ടെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു തിയറി ചാപ്റ്റർ ആയിരുന്നു, 6th ചാപ്റ്റർ, ദാറ്റ് ഈസ് യൂണിറ്റ് കോസ്റ്റിംഗ്. യൂണിറ്റ് കോസ്റ്റിങ്ങിൽ നമ്മൾ പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷനാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. ഇതൊരു തിയറി ആയിട്ടും വരാം, പ്രോബ്ലം ആയിട്ടും വരാം. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷനാണ് ഈ ഒരു ഫോമാറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം വരാം. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, അത് കാണുക. എല്ലാ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഹോൾ തിയറി പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഈ ഒരു പ്ലേലിസ്റ്റിലുണ്ട്, അത് കാണുക. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.